നമസ്കാരം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു റീറ്റെയിൽ ബില്ലിംഗ് സോഫ്റ്റ്വെയറാണ്. റീറ്റെയിൽ ബില്ലിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് വലിയ വലിയ സൂപ്പർ മാർക്കറ്റ്, റീറ്റെയിൽ ഷോപ്പ്, അതുപോലെ തന്നെ ഡ്രസ്സ്, അതായത് നമ്മുടെ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ, ഇവിടെയൊക്കെ നമുക്ക് ബില്ലിംഗ് സോഫ്റ്റ്വെയറുകൾ കാണാൻ സാധിക്കും. എന്നാൽ ഇതിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് തരുന്ന സോഫ്റ്റ്വെയർ എന്താണ്, എങ്ങനെയാണ്? പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ റീറ്റെയിൽ ബിസിനസ്സിന് ആവശ്യമുള്ള A to Z റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ബാർകോഡിംഗ് ഫെസിലിറ്റീസ്, വാട്സാപ്പിൻ്റെ ടെക്നോളജി, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് കാറ്റലോഗ്സ് എല്ലാം നമ്മുടെ കസ്റ്റമേഴ്സിന് ഓട്ടോമാറ്റിക് അയക്കാൻ പറ്റുന്ന ടെക്നോളജി, ഇങ്ങനെ ബില്ലിംഗ് പ്ലസ് മാർക്കറ്റിംഗ് ടെക്നോളജി കൂടിയുള്ളൊരു സോഫ്റ്റ്വെയർ ആയിരിക്കും ഇന്നത്തെ ഒരു തലമുറയ്ക്ക് ആവശ്യം. കാരണം ബേസിക് ബില്ലിംഗ് സോഫ്റ്റ്വെയർ കൊണ്ട് മാത്രം നമ്മുടെ നീഡ്സ് ആകുന്നില്ല. കാരണം നമുക്ക് പുതിയ പുതിയ സ്റ്റോക്ക് വരും, പുതിയ പുതിയ പ്രോഡക്ട്സുകൾ വരും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സാങ്കേതിക വിദ്യ നമ്മുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഇൻക്ലൂഡിങ് വാട്സാപ്പ് API സംവിധാനമുള്ളൊരു സോഫ്റ്റ്വെയറാണ് റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയർ. അപ്പോൾ നമുക്ക് ഈ സോഫ്റ്റ്വെയറിനെ ഒന്ന് പരിചയപ്പെടാം. വീഡിയോ ട്യൂട്ടോറിയലായിട്ട് തന്നെ നമുക്ക് 1 by 1 കണ്ടിന്യൂ ചെയ്യാം. പിന്നെ തുടക്കത്തിലേ പറയാം, ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന അങ്ങനത്തെ സോഫ്റ്റ്വെയർ അല്ല. ഇതൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ റീറ്റെയിൽ ഷോപ്പുകൾ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് റീറ്റെയിൽ ഹോൾസെയിൽ ബിസിനസ് ആണെങ്കിലും നമുക്ക് സോഫ്റ്റ്വെയർ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ട്രെയിനിങ്, അതിൻ്റെ സപ്പോർട്ട് കാര്യങ്ങൾ എല്ലാം ചെയ്യുന്ന, ഇൻക്ലൂഡിങ് പ്രോപ്പർ സപ്പോർട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ് റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയർ. റെയിൻടെക് സോഫ്റ്റ്വെയർ ലിമിറ്റഡിൻ്റെ ഓഫീസ് കോട്ടയം ജില്ലയിൽ തലയോലപ്പറമ്പിനടുത്ത് വടയാർ എന്ന സ്ഥലത്താണ്, അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അറൗണ്ട് 50+ എംപ്ലോയീസ് ഉണ്ട്. സോഫ്റ്റ്വെയർ പർട്ടിക്കുലർലി ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുകയും അതിൻ്റെ സെയിൽസ്, സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. ഇപ്പോൾ നമുക്ക് റെയിൻടെക് സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇത് ബ്യൂട്ടിഫുൾ ഇൻ്റർഫേസ്. ഇതിനകത്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് ഐറ്റംസുകൾ നിറച്ച് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ സോഫ്റ്റ്വെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും മാസ്റ്റർ എൻട്രി. ഈ മാസ്റ്റർ എൻട്രി ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ്, നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കടമ. ഇതും നമുക്ക് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആക്കി കൊടുത്തിരിക്കുകയാണ്. കാരണം ആരും നമ്മുടെ ഈ സെയിൽസിൻ്റെ ആൾക്കാരും ഇതിനകത്ത് കയറി എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കമ്പനിയുടെ ഇൻഫർമേഷൻസും കാര്യങ്ങളെല്ലാം ഇവിടെ ആഡ് ചെയ്യുക. നമ്മുടെ സ്റ്റേറ്റ് ഏതാണെന്ന കാര്യങ്ങളെല്ലാം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കറൻസി സിമ്പിളും കാര്യങ്ങളെല്ലാം ഇവിടെ ആഡ് ചെയ്യാം. പ്ലസ് വാട്സാപ്പിൻ്റെ വാട്സാപ്പിൻ്റെ ടെക്നോളജി ഇതിനുണ്ട്. അതായത് ഇത് നമ്മുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ കയ്യിലുള്ള ആൻഡ്രോയിഡ് മൊബൈലിലേക്ക് ഒരു റിപ്പോർട്ട് സിസ്റ്റം വർക്ക് ചെയ്യും. അതായത് നമുക്ക് ഡേ ടു ഡേ സെയിൽ എത്രയുണ്ട്, പർച്ചേസ് എത്രയുണ്ട്, എക്സ്പെൻസസ് എത്രയുണ്ട്, ഇതിൻ്റെ എല്ലാം റിപ്പോർട്ടുകൾ നമുക്ക് നമ്മുടെ മൊബൈലിൽ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ട്രാവൽ ചെയ്താലും നമുക്കത് കാണാൻ സാധിക്കും. ഓരോ 7 സെക്കൻഡ്സിലും ഇതിൻ്റെ നമ്മുടെ റിപ്പോർട്ടിൻ്റെ സ്റ്റേറ്റസുകളെല്ലാം നമ്മുടെ മൊബൈലിൽ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൂടാതെ തന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ഇതൊരു ഓഫ്ലൈൻ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഓഫ്ലൈൻ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ഇല്ലാണ്ട് വർക്ക് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ ആണ്. ഇതിൻ്റെ ഡേറ്റാബേസ് എന്ന് പറയുന്നത് SQL ഡേറ്റാബേസ് ആണ്. പ്രൊജക്റ്റ് ബിൽഡ് ചെയ്തിരിക്കുന്ന VB.NET പ്രൊജക്റ്റാണ് ഓഫ്ലൈൻ ഡേറ്റാബേസിൽ. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടാവും എങ്ങനെയാണ് പിന്നെ ഇൻ്റർനെറ്റിലേക്ക് ഫോർ എക്സാമ്പിൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ റിപ്പോർട്ട് പോകുന്നത്. ഇത് ഡേറ്റ സിങ്ക്രണൈസേഷൻ സിസ്റ്റമാണ്. ഡേറ്റ സിങ്ക് ആവും. അതായത് നമ്മൾ ഇതിനകത്തുനിന്ന് ഇത് ഇൻ്റർനെറ്റ്, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ, സ്ഥാപനത്തിലെ കമ്പ്യൂട്ടറിൽ നെറ്റ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഈ ഡേറ്റാസ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലേക്ക് സിങ്ക് ആവും. അതുപോലെ നമുക്ക് വാട്സാപ്പിൻ്റെ അതുപോലെ API സിസ്റ്റംസ് എല്ലാം ഉപയോഗിക്കണമെങ്കിൽ ഇൻ്റർനെറ്റ് ആവശ്യമുണ്ട്. അല്ലാത്ത പക്ഷം ഒരിക്കലും ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമേ ഇല്ല. നമുക്കിപ്പോൾ കാറ്റലോഗുകളൊക്കെ എന്തെങ്കിലുമൊക്കെ അയക്കണമെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് ആവശ്യമുണ്ട്. പിന്നെ ഇതിന് മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളതാണ് ഡേറ്റ സെക്യൂരിറ്റി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. റെയിൻടെക് സോഫ്റ്റ്വെയറിനകത്ത് ഓട്ടോമാറ്റിക് ഡേറ്റ ബാക്കപ്പ് സിസ്റ്റം ഉണ്ട്.
അത് നമ്മുടെ ജിമെയിൽ അക്കൗണ്ട്, അതായത് ആരാണോ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്, ഫോർ എക്സാമ്പിൾ യു, അപ്പോൾ സ്വന്തം ജിമെയിൽ അക്കൗണ്ടിൽ ഗൂഗിൾ ഡ്രൈവിലേക്ക് ഡേറ്റാബേസ്, അതായത് ഇതിൻ്റെ ഡേറ്റാബേസ് ബാക്കപ്പ് എവറി ലോഗൗട്ട്, നമ്മൾ എപ്പോഴൊക്കെ ലോഗൗട്ട് ചെയ്യുന്നു അപ്പോഴൊക്കെ ബാക്കപ്പ് എടുക്കാനുള്ള സംവിധാനവും ഈ സോഫ്റ്റ്വെയറിനകത്ത് തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരിക്കലും ഡേറ്റ ലോസ് ആവുന്ന പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് സപ്പോസ് നമ്മുടെ കമ്പ്യൂട്ടർ ഡാമേജ് ആയി, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം ക്രാഷായി, സംതിങ് ലൈക്ക് ദാറ്റ്, വിൻഡോസ് അടിച്ചു പോയി, ഈ സമയത്തൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ സോഫ്റ്റ്വെയർ തന്നെ രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്യുക, നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലുള്ള ഡേറ്റ റീസ്റ്റോർ ചെയ്യുക. അപ്പോൾ എങ്ങനെയായിരുന്നു നമ്മുടെ ഡേറ്റാസ് ഉണ്ടായിരുന്നു, നമ്മുടെ ബാർകോഡിംഗ് സിസ്റ്റം, നമ്മുടെ ബില്ലിംഗ് റെക്കോർഡ്സ്, റിപ്പോർട്ട്, പർച്ചേസ്, ലെഡ്ജർ, എവറിത്തിങ്, എല്ലാ കാര്യങ്ങളും നമുക്ക് അതേപടി നിന്ന് റീസ്റ്റോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നമ്മുടെ ഒരു വലിയ ഷോപ്പാണ്, നമുക്കൊരു 12,000-3,000 പ്രൊഡക്ട്സ് ഉണ്ട്, എക്സാമ്പിൾ ഒരു 5,000 പ്രൊഡക്റ്റ് ഉണ്ട് ഉദാഹരണത്തിന്. ഇതിനൊക്കെ നമ്മൾ ബാർകോഡും ലേബലും ഒക്കെ ഒട്ടിച്ച് പ്രൈസൊക്കെ ഒട്ടിച്ച് നമ്മൾ ഷെൽഫിൽ അടുക്കി വെച്ചിരിക്കുക. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മുടെ കമ്പ്യൂട്ടർ അടിച്ചു പോയി, അല്ലെങ്കിൽ വിൻഡോസ് അടിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കിതെല്ലാം രണ്ടാമത് ഒട്ടിക്കുക, രണ്ടാമത് കൗണ്ട് ചെയ്യുക, അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സംഗതിയാണ്. നമ്മുടെ സ്ഥാപനം റഷാണ്, ബിസിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് 2 ദിവസമെങ്കിലും ഷോപ്പ് അടച്ചിട്ടുണ്ടൊരു മോശം അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ആ അവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓട്ടോമാറ്റിക് ഗൂഗിൾ ഡ്രൈവ് ബാക്കപ്പ് സിസ്റ്റം ഈ സോഫ്റ്റ്വെയറിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഡേറ്റ സെക്യൂരിറ്റി പ്രോബ്ലം വരത്തില്ല, ഡേറ്റ ലോസിൻ്റെ ഇഷ്യൂസ് വരത്തില്ല. പിന്നെ അതുകൊണ്ട് ഡേറ്റ സെക്യൂരിറ്റി ഉണ്ട്, അതായത് ഒരിക്കലും മറ്റുള്ള ഒരു ക്ലൗഡിലേക്കൊന്നുമല്ല നമ്മുടെ ഡേറ്റ അപ്ലോഡ് ആകുന്നത്, നമ്മുടെ സ്വന്തം ജിമെയിലിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡേറ്റ സെക്യൂരിറ്റി ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. പിന്നെ ഇത് എങ്ങനെയാണ് ഇൻസ്റ്റലേഷൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ റെയിൻടെക്കിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെഡിക്കേറ്റഡ് ടീമുണ്ട്, നിങ്ങൾക്ക് ഫസ്റ്റ് അത് ഇൻസ്റ്റാൾ ചെയ്ത് തരും. ഡെസ്കിൽ കൂടി തന്നെ കണക്ട് ചെയ്ത് സിസ്റ്റം ചെക്ക് ചെയ്തതിന് ശേഷം ഇൻസ്റ്റലേഷൻ ചെയ്ത് തരും. ഇനി നമുക്ക് അവിടെ വരണം, സ്പോട്ടിൽ വന്ന് സർവീസ് വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തു തരാനുള്ള ഫെസിലിറ്റി ഉണ്ട്. നിങ്ങളുടെ കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഓൺ സ്പോട്ടിൽ വന്ന് ഇൻസ്റ്റലേഷൻ ചെയ്ത് പ്ലസ് അതിൻ്റെ പ്രിൻ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി തരാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം റെയിൻടെക് സോഫ്റ്റ്വെയർ ലിമിറ്റഡിനുണ്ട്, സർവീസുണ്ട്. പിന്നെ അതിൻ്റെ മെയിൻ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമുക്ക് 10, 12, 15 കമ്പ്യൂട്ടർ അല്ലെങ്കിൽ 20 കമ്പ്യൂട്ടറുകൾ നെറ്റ്വർക്ക് ത്രൂ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം ഈ സോഫ്റ്റ്വെയറിനകത്തുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ ഷോപ്പിനകത്ത് 4, 5 കൗണ്ടറുണ്ട്, അല്ലെങ്കിൽ 10 കൗണ്ടറുണ്ട് എക്സാമ്പിൾ. പ്ലസ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ 2 കൗണ്ടറുണ്ട്. പ്ലസ് നമ്മുടെ അഡ്മിൻ, അതായത് പർച്ചേസ് മാനേജർക്കൊരു സിസ്റ്റം വേണം, നമ്മുടെ അഡ്മിൻ മാനേജർക്കൊരു സിസ്റ്റം വേണം, അതായത് നമ്മുടെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് എൻ്റെ ഓണർ ഫോർ എക്സാമ്പിൾ. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. അത് അതിൻ്റെ കപ്പാസിറ്റി അത്രയ്ക്കുണ്ട്. പിന്നെ എനിക്കിതിനകത്ത് പറയാനുള്ളത്, നിങ്ങളെപ്പോഴും ഇത്രയും നമ്പർ ഓഫ് കമ്പ്യൂട്ടറിലുള്ളപ്പോൾ, ഫോർ എക്സാമ്പിൾ 10, 12 അല്ലെങ്കിൽ 4, 5 കൗണ്ടറുകൾ വേണം, 5, 10 കൗണ്ടറുകൾ വേണം, ഒരു മൊത്തത്തിൽ ഒരു 10, 12 കമ്പ്യൂട്ടറുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പി സി എന്ന് പറയുന്നത് ഒരൊറ്റ പി സി ആയിരിക്കും, സെർവർ പി സി. അതിലായിരിക്കും സോഫ്റ്റ്വെയറും ഡേറ്റാബേസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിന് മാത്രം കുറച്ച് കപ്പാസിറ്റി ഉള്ളൊരു കമ്പ്യൂട്ടർ വാങ്ങിക്കുക. ബാക്കിയുള്ളതൊക്കെ നമുക്ക് സാധാരണ കമ്പ്യൂട്ടർ വാങ്ങിച്ചാലും കുഴപ്പമില്ല. കപ്പാസിറ്റി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കപ്പാസിറ്റിയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഒരു 500 GB SSD അല്ലെങ്കിൽ 250 GB SSD, ഒരു 8 GB RAM, പിന്നെ ഒരു നമ്മുടെ വിൻഡോസ് i5 അല്ലെങ്കിൽ ലേറ്റസ്റ്റ് പ്രോസസ്സർ i5 ധാരാളം മതി, ഒരു കുഴപ്പമില്ല. i5 ഒക്കെ നല്ല ഭംഗിയായിട്ട് ഓടുന്നൊരു പ്രോസസ്സറാണ്. അതും ലേറ്റസ്റ്റ് ജനറേഷനൊന്നും ആവശ്യമില്ല, നോർമൽ പ്രോസസ്സറിൻ്റെ ആവശ്യമുള്ളൂ. i5 പ്രോസസ്സർ 4th ജനറേഷനോ അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. അതാകുമ്പോൾ നിങ്ങൾക്ക് 12,500 രൂപയ്ക്ക് കിട്ടും. പ്ലസ് ഇത്രയും മതി. പിന്നെ ഒരു 17-18 ഇഞ്ച് മോണിറ്ററൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഭംഗിയായിട്ട് കാണാം. ഒരു 20 ഇഞ്ചസ് മോണിറ്ററൊക്കെ ആണെങ്കിൽ സൂപ്പറായിട്ട് കാണാം. അപ്പോൾ അങ്ങനെയുള്ള മോണിറ്ററൊക്കെ വാങ്ങിച്ചു വയ്ക്കുക. പിന്നെ മെയിൻ സെർവർ പി സിക്ക് എപ്പോഴും ഒരു UPS, ചെറിയ UPS ഉണ്ടല്ലോ, 2,000-3,000 രൂപയുടെ ഒരു UPS വാങ്ങി വയ്ക്കുക. അത് നിങ്ങളുടെ കമ്പ്യൂട്ടർ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്ത് വയ്ക്കും. പിന്നെ മെയിൻ സിസ്റ്റം ഒരിക്കലും ലാപ്ടോപ്പിലാകരുത്. ലാപ്ടോപ്പ് എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും അത് ലൈറ്റ് ഡ്യൂട്ടി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്, അതുകൊണ്ടായിരിക്കും സോറി. ഡെസ്ക്ടോപ്പ് വാങ്ങി വയ്ക്കുക. ഈ പറഞ്ഞ കോൺഫിഗറേഷനുള്ള ഡെസ്ക്ടോപ്പിൻ്റെ CPU മാത്രം നിയർ അബൌട്ട് 15,000 to 16,000 നിങ്ങൾക്ക് കിട്ടും.
ടോട്ടൽ ഇൻക്ലൂഡിങ് മോണിറ്റർ, പിന്നെ നമ്മുടെ UPS, കീബോർഡ്, മൗസ് കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് നിയർ അബൌട്ട് 25,000 വരത്തുള്ളൂ. ഇനി ആർക്കെങ്കിലും ഈ നമ്മൾ ഇപ്പോൾ എൻ്റെ കസ്റ്റമർ ആരെങ്കിലും സപ്പോസ് ഇതിൽ കൂടുതൽ പ്രൈസ് ബഡ്ജറ്റാണ് നിങ്ങളോട് ആരെങ്കിലും പറയുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ ഈ വീഡിയോയുടെ താഴെ കിടക്കുന്ന കോൺടാക്ട് നമ്പറിൽ മെസ്സേജ് ചെയ്യുക, വാട്സാപ്പ് ചെയ്യുക. ഞാൻ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ബില്ലുകളൊന്നും എനിക്ക് ഞാൻ വാട്സാപ്പ് ചെയ്തുതരാം, ഒറിജിനൽ ബിൽസ്. നമ്മുടെ സ്ഥാപനത്തിൽ നിയർ അബൌട്ട് 43 to 45 നമ്പേഴ്സ് ഓഫ് കമ്പ്യൂട്ടറുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ ഒരു സ്പെസിഫിക്കേഷനിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാൻ പറ്റും ഒരു നല്ല സിസ്റ്റം ഏതാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന്. പിന്നെ ഹാർഡ് ഡിസ്കിൻ്റെ കാര്യത്തിൽ എനിക്ക് സ്പെസിഫിക് ആയിട്ട് പറയാനുള്ളൊരു കാര്യം, ഹാർഡ് ഡിസ്ക് എപ്പോഴും കിങ്സ്റ്റൺ എന്ന ബ്രാൻഡിൻ്റെ ഹാർഡ് ഡിസ്ക് വാങ്ങുക. കാരണം ഇപ്പോൾ ഹാർഡ് ഡിസ്ക് പുതുതായിട്ട് ലോഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പുതിയ കമ്പനികൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഹാർഡ് ഡിസ്കുകൾ. അപ്പോൾ ഈ ഹാർഡ് ഡിസ്കിനകത്ത് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ തീരെ വില കുറഞ്ഞ ഹാർഡ് ഡിസ്കുകൾ ഇടയ്ക്കിടയ്ക്ക് വിൻഡോസ് കറപ്റ്റായി പോകുന്നുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വിൻഡോസ് പോകും. പിന്നെ ഫോർമാറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഹാർഡ് ഡിസ്ക് സപ്പോർട്ട് ചെയ്യാത്തൊരവസ്ഥ വരും. അപ്പോൾ നിങ്ങളുടെ പൈസ വെറുതെ നഷ്ടപ്പെട്ടു പോകും. ചിലപ്പോൾ 100-300 രൂപയുടെ വ്യത്യാസം ഉണ്ടായിരിക്കുള്ളൂ കിങ്സ്റ്റൻ്റെ ഹാർഡ് ഡിസ്ക്കും മറ്റേ ഹാർഡ് ഡിസ്കൊക്കെ ആയിട്ട്. ചിലപ്പോൾ മേബി ഐ ഡോണ്ട് നോ എക്സാക്ട് പ്രൈസ്. എന്തായാലും ഒരു 3,500 റേഞ്ചിലായിരിക്കുള്ളൂ എൻ്റെ ഒരു കണക്കുള്ളൊരു 250 to 500 GB ഹാർഡ് ഡിസ്ക്. അത് കിങ്സ്റ്റൺ ബ്രാൻഡ് വാങ്ങുക, ഒറിജിനൽ കിങ്സ്റ്റൺ, ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഹാർഡ് ഡിസ്ക് കുറച്ച് ശ്രദ്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ഫോർമാറ്റ് ചെയ്യുകയോ വിൻഡോസ് മാറ്റേണ്ട ആവശ്യങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ ഇത്രയുള്ളൊരു മെയിൻ PC, അതായത് സർവർ PC മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മെയിൻ PC ആയിട്ട് ഉപയോഗിക്കാം. അത് നമ്മൾ സ്ലീപ്പ് മോഡെല്ലാം ഓഫ് ചെയ്തിട്ട് ഫുൾ ആക്റ്റീവ് മോഡിലാക്കിയിടും. കാരണം സർവർ PC ഓണായിരുന്നെങ്കിൽ മാത്രമേ ബാക്കിയുള്ള നെറ്റ്വർക്കിംഗ് PCകളെല്ലാം സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ, പിന്നെ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സ്ഥാപനത്തിന് ഏതെങ്കിലും നെറ്റ്വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിലും വിളിക്കുക. അപ്പോൾ റെയിൻടെക്കിന് നിങ്ങൾക്കെല്ലാം അതായത് നെറ്റ്വർക്കിങ്ങോ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ അതിൻ്റെ സെറ്റിങ്സോ കാര്യങ്ങളോ ഒക്കെ ചെയ്തു തരാൻ സാധിക്കും. ഈവൻ നിങ്ങളുടെ ലോക്കലിൽ ആരെങ്കിലും നെറ്റ്വർക്ക് ചെയ്തു തരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരാൻ സാധിക്കും. കാരണം നെറ്റ്വർക്കിന് കുറച്ച് വയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് വൈഫൈ ത്രൂ നമുക്ക് ബില്ലിംഗ് സിസ്റ്റം കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഞാൻ 100% അതിനോട് യോജിക്കുന്നില്ല. കാരണം ഈ വൈഫൈ സിഗ്നൽ കറക്റ്റായിട്ട് എപ്പോഴും കിട്ടത്തില്ല. അപ്പം നമ്മളിപ്പോൾ ഒരു കൗണ്ടറിൽ ബില്ലടിച്ചു, ഫൈനലായിട്ട് ബില്ലടിക്കുന്ന സമയത്ത് ഈ വൈഫൈ സിഗ്നൽ പ്രോപ്പറായിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ബില്ല് പ്രിൻ്റ് ആവത്തില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകും. കേബിൾ കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും, ഒരു ഇഷ്യൂ ഇല്ലാണ്ട് വർക്ക് ചെയ്യും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ഡേറ്റ ട്രാൻസ്ഫറിൻ്റെ സ്പീഡും ഹൈ സ്പീഡാണ്. അപ്പോൾ ഇതൊക്കെ കണക്കിലാക്കി എപ്പോഴും നെറ്റ്വർക്ക് ത്രൂ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മുടെ ബില്ലിംഗ് സിസ്റ്റത്തിന് ഏറ്റവും ബെസ്റ്റ്. അത് നെറ്റ്വർക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടർ ഉള്ള സമയത്താണ്. അതായത് നമ്മൾ സിംഗിൾ കമ്പ്യൂട്ടർ സിംഗിൾ കൗണ്ടർ ഉള്ളതെന്നുണ്ടെങ്കിൽ നത്തിങ്, ഞാൻ ഈ ഒരേ സിസ്റ്റത്തിൽ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഈവൻ നിങ്ങളിപ്പോൾ സിംഗിൾ കമ്പ്യൂട്ടറാണ്, സിംഗിൾ കൗണ്ടറേ ഉള്ളൂ, ഒറ്റ കമ്പ്യൂട്ടറിൽ തന്നെ എല്ലാ കാര്യങ്ങളും നടത്തുവാണെങ്കിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ സ്പെസിഫിക്കേഷനുള്ള സിസ്റ്റം കമ്പ്യൂട്ടർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദീർഘകാലം ഉപയോഗിക്കാം വിത്തൗട്ട് എനി ഡിലേ. ഈ SSD വരുമ്പോൾ തന്നെ നിങ്ങളുടെ ലാഗും കാര്യങ്ങളും എല്ലാം മാറിക്കിട്ടും. അതായത് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ കറങ്ങുന്ന രീതികളൊന്നും ഉണ്ടാകത്തില്ല. അതാണ് SSDയുടെ ഒരു പ്രത്യേകത. അത് കിങ്സ്റ്റൺ SSD തന്നെ വാങ്ങുക. അത് ഞാൻ കമ്പനീനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. ഞങ്ങളിപ്പോൾ ഇത്രയും കമ്പ്യൂട്ടറുകളുള്ളതുകൊണ്ട് ഒരുപാട് ടൈപ്പ് ഓഫ് ഹാർഡ് ഡിസ്കുകൾ വാങ്ങിച്ചു. അപ്പോൾ അതിനകത്തു നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. പിന്നെ റാം എന്ന് പറയുന്ന ഒരുപാട് ലോക്കൽ റാമുകൾ വരുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ബ്രാൻഡ് എനിക്കറിയത്തില്ല. ആൻഡ് പ്രോസസ്സർ ഓഫ് കോഴ്സ് ഇൻറ്റൽ പ്രോസസ്സറുകളാണ്. പിന്നെ ഒരുപാട് ആൾക്കാരോട് ചോദിക്കുന്നുണ്ട് സെൽറോൺ അത്ലോൺ പ്രോസസ്സറുകൾ നല്ലതാണോ എന്ന്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇൻറ്റൽ പ്രോസസ്സർ, അത് i3 i5 അങ്ങനെയുള്ള i7 അങ്ങനെയുള്ള പ്രോസസ്സറുകളാണ് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് വരുന്നത്. അത് തന്നെയാണ് ഏറ്റവും നല്ലത്. എല്ലാത്തിലും സപ്പോർട്ട് ചെയ്യാനൊക്കെ നല്ലതാണ് ഇൻറ്റൽ പ്രോസസ്സേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് 1 by 1 ആയിട്ട് സോഫ്റ്റ്വെയറിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കാം. സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യുന്നത്, മലയാളം ലാംഗ്വേജിൽ എങ്ങനെ പ്രിൻ്റ് ചെയ്യാം, നമ്മൾ വോയിസ് സംസാരിക്കുമ്പോൾ എങ്ങനെ നമുക്ക് സോഫ്റ്റ്വെയർ എഴുതി തരും നമുക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് പഠിക്കാം. പ്ലസ് വാട്സാപ്പ് മാർക്കറ്റിംഗ് ടെക്നോളജീസ്, പുതിയ പുതിയ പ്രൊഡക്ട്സുകൾ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ
അതെങ്ങനെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് പഠിക്കാനും അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് പ്ലസ് അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ ഓഫീസിൽ നിന്ന് അവൈലബിൾ ആണ്. ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ സ്ഥാപനം എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ രീതിയിൽ ഇൻസ്റ്റലേഷൻ, സപ്പോർട്ട്, ട്രെയിനിങ് എല്ലാം ചെയ്തു തരാൻ സാധിക്കും. പ്ലസ് ഔട്ട്സൈഡ് കേരളയാണ് നിങ്ങളുടെ ബിസിനസ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിൽ കൂടി സർവീസ് ചെയ്യാൻ സാധിക്കും. സോ പ്ലീസ് വെയിറ്റ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി ദയവായി വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു. ബൈ.